അന്തരിച്ച എഴുത്തുകാരനും അധ്യാപകനുമായ പ്രൊഫസർ എം കെ സാനുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും. മൃതദേഹം രാവിലെ 9 മണി മുതൽ എറണാകുളത്തെ വീട്ടിലും 10 മണി മുതൽ എറണാകുളം ടൗൺ ഹാളിലും പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 5 മണിക്ക് രവിപുരം ശ്മശാനത്തിലാണ് സംസ്കാരം. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നു. പ്രസാദ് കാളിദാസൻ, സാഹിത്യകാരൻ എം കെ സാനുവിന് വിട നൽകുകയാണ് നാട്. ഇങ്ങനെയാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആശുപത്രിയിൽ നിന്നും പ്രൊഫസർ എം കെ സാനുമാഷിന്റെ മൃതദേഹം കാരിക്കാമുറിയിൽ സന്ധ്യ എന്ന വീട്ടിലേക്ക് എത്തിക്കും. 9 മണി തൊട്ട് 10 മണി വരെ വീട്ടിൽ തന്നെ ആയിരിക്കും സൂക്ഷിക്കുക. എന്നാൽ അവിടെ വലിയൊരു പൊതുദർശനത്തിനുള്ള ഒരു ക്രമീകരണമൊന്നും നിലവിലെ സാഹചര്യത്തിൽ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുക. കാരണം ചെറിയൊരു വീടാണ്. അപ്പോൾ ആ ഭാഗത്തേക്ക് അധികം പൊതുദർശനത്തിനായുള്ള ക്രമീകരണമൊന്നും അങ്ങനെ ഒരുക്കിയിട്ടില്ല. 10 മണിക്ക് ശേഷം ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോകും. അതിനുശേഷം ഏറെ നേരം അവിടെ പൊതുദർശനം ഉണ്ടാകുമെന്നുള്ളതാണ്. 5 മണിക്കാണ് സംസ്കാരത്തിലേക്കുള്ള ചടങ്ങുകൾക്കായി ക്രമീകരിച്ചിരിക്കുന്നത്. 5 മണിക്ക് രവിപുരം ശ്മശാനത്തിൽ വെച്ചാണ് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. എന്തായാലും വലിയ രീതിയിൽ സങ്കടത്തിൽ ആഴ്ത്തിയിട്ടുണ്ട് സാഹിത്യ കേരളത്തെ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സാഹിത്യ രംഗത്ത് മികച്ച കഴിവ് തെളിയിച്ച അല്ലെങ്കിൽ തന്റേതായ സാന്നിധ്യം അറിയിച്ച ഒരു എഴുത്തുകാരൻ, വാഗ്മി, അധ്യാപകൻ, പ്രഭാഷകൻ എന്നൊക്കെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. വലിയ ഒരു ശിഷ്യ സമ്പത്ത് കൂടിയുണ്ട് കെ സാനുമാഷിന്. ഏറെക്കാലം എറണാകുളം ജില്ലയെ സംബന്ധിച്ച് എല്ലാ പൊതുപരിപാടികളിലും ഈ ഒരു അവസാന കാലയളവിലും തന്റെ 90കൾ തുടങ്ങിയതിനു ശേഷവും അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പാണെങ്കിലും അദ്ദേഹം എറണാകുളത്തെ എല്ലാ പൊതുപരിപാടികളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലെ സാംസ്കാരിക നേതാക്കളിൽ അല്ലെങ്കിൽ സാംസ്കാരിക നായകന്മാരിൽ ഒരാൾ എന്നതൊക്കെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സാംസ്കാരിക കേരളത്തിന് നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്. എന്തായാലും 8 മണിയോടുകൂടിയാണ് അമൃത ആശുപത്രിയിൽ നിന്നും എം കെ സാനുമാഷിന്റെ മൃതദേഹം കാരിക്കാമുറിയിലെ വീട്ടിലേക്ക് എത്തിക്കുക. 10 മണിക്ക് ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോകും. നിരവധി ശിഷ്യ സമ്പത്ത് ധാരാളമുണ്ട്. എ കെ ആന്റണി, മമ്മൂട്ടി മുതലുള്ള നിരവധി ആളുകൾ എം കെ സാനുമാഷിന്റെ ശിഷ്യരാണ്. അപ്പോൾ പൊതുദർശനത്തിനായി എത്രത്തോളം ആളുകൾ വരുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ ശിഷ്യരെല്ലാം ഒരു നോക്ക് കാണാനായി, എം കെ സാനുമാഷിനെ ഒരു നോക്ക് കാണാനായി എന്തായാലും എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ടൗൺ ഹാളിൽ വലിയ രീതിയിൽ ക്രമീകരണമെല്ലാം പൊതുദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ട്. 5 മണിക്കാണ് രവിപുരം ശ്മശാനത്തിൽ വെച്ച് സംസ്കാരം. പ്രസാദ് കാളിദാസൻ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സാഹിത്യകാരൻ എന്നതിലുപരി എം കെ സാനുമാഷിനെ അവസാനമായ ഒരു നോക്ക് കാണാനെത്തുന്നത് അവരുടെ ശിഷ്യന്മാരായിരിക്കും. ഗുരുവിനെ അവസാനമായ ഒരു കാണാൻ, അതല്ലെങ്കിൽ സഹപ്രവർത്തകനെ അവസാനമായ ഒരു നോക്ക് കാണാനായിരിക്കും ഇന്ന് ഒരുപക്ഷെ ആളുകൾ ഒഴുകിയെത്തുക, അല്ലേ? അതെ, അത് തന്നെയാണ്. കാരണം ശിഷ്യർ ധാരാളമുണ്ട്. മഹാരാജാസ് കോളേജിൽ തന്നെ അദ്ദേഹം 30-ലധികം വർഷം അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം പിന്നീട് വിരമിക്കുന്നതും. പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ഒരു 4 കൊല്ലക്കാലം അദ്ദേഹം എറണാകുളം MLA ആയി, ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എറണാകുളം മണ്ഡലത്തിൽ മത്സരിക്കുന്നതും പിന്നീട് MLA ആയി പ്രവർത്തിക്കുന്നതുമെല്ലാം. ഒപ്പം തന്നെ ഈ ഒരു പിന്നീടുള്ള കാലമെല്ലാം അദ്ദേഹം എറണാകുളത്ത് തന്നെ പല സാംസ്കാരിക പരിപാടികളിലും നിറസാന്നിധ്യമായി അദ്ദേഹം ഉണ്ടായിരുന്നു. മാത്രമല്ല ജസ്റ്റിസ് VR കൃഷ്ണയ്യരുമായുള്ള സൗഹൃദമൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അദ്ദേഹവുമായുള്ള എം കെ സാനുമാഷിന്റെ സായാഹ്ന നടത്തമെല്ലാം എറണാകുളം ജില്ലക്കാർ തന്നെ കൗതുകത്തോടെ നോക്കിക്കാണുന്നവയാണ്. അപ്പോൾ ഈ ഒരു MLA ആയി പ്രവർത്തിച്ച കാലഘട്ടത്തിലാണെങ്കിൽ പോലും, മാത്രമല്ല MLA ആയി മത്സരിക്കാനുണ്ടായ സാഹചര്യമാണെങ്കിൽ പോലും അത്രത്തോളം ജനപ്രീതി അന്നും എം കെ സാനു എന്ന ആ വ്യക്തിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അദ്ദേഹത്തെ കാണാനായി എത്തുമെന്നുള്ള ഒരു വിലയിരുത്തലിലാണ് ക്രമീകരണങ്ങളടക്കം ടൗൺ ഹാളിൽ വലിയ രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതും കൂടിയാണ്. 10 മണിയോടുകൂടിയാണ് എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം ആരംഭിക്കുക. പിന്നീട്
5 മണിയോടുകൂടി രവിപുരം ശ്മശാനത്തിലേക്ക് എത്തിച്ച് സംസ്കാര ചടങ്ങുകളും പൂർത്തിയാകും. ശരി. തിരിച്ച എഴുത്തുകാരനും അധ്യാപകനുമായ പ്രൊഫസർ MK സാനുമാഷിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. മൃതദേഹം രാവിലെ 9 മണി മുതൽ എറണാകുളത്തെ വീട്ടിലും 10 മണി മുതൽ എറണാകുളം ടൗൺ ഹാളിലും പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷം വൈകിട്ട് 5 മണിക്കാണ് രവിപുരം ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടത്തുക. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു പ്രസാദ് കാളിദാസൻ.